കൂട്ടരെ നമുക്ക് വരുന്ന CHSL ടയർ 1 എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ബേസിക് അരിത്തമെറ്റിക് ആൻഡ് അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവേ നോക്കുക. അനലജിയാണ്. നിങ്ങൾക്കറിയാം 3 നമ്പർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് തമ്മിൽ റിലേഷൻ ഉണ്ട്. അതേ റിലേഷൻ വരുന്ന നമ്പേഴ്സ് ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യണം. നോക്കി 3, 68, 5. 3, 68, 5. നോക്കി 5ഉം 3യും കൂടെ കൂട്ടി 8 അല്ലേ? 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. അതിനോട് 4 കൂട്ടുമ്പോഴല്ലേ 68 കിട്ടുന്നത്? ഓക്കെ, അതായത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് അതിൻ്റെ സ്ക്വയർ എടുത്തു, എന്നിട്ട് ഈ നമ്പറിൻ്റെ ഹാഫ് അതിനോട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 68 കിട്ടി. ഓപ്ഷൻ നോക്കി നോക്കാം. നോക്കി ഫസ്റ്റ് ഓപ്ഷൻ നോക്കി 2, 10.5, 1. 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 3 അല്ലേ? 3ൻ്റെ സ്ക്വയർ 9 അല്ലേ? അതിനോട് 3യുടെ ഹാഫ് അതായത് 1.5 കൂട്ടുമ്പോൾ 10.5 വരുമല്ലോ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ആയി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. John used to buy petrol at the rate of 80 per litre. Now he buys at the rate of 85 per litre. What percentage did the petrol price increase as compared to last month? ഓക്കെ, ഇവിടെ പെട്രോൾ പ്രൈസ് എത്ര % ഇൻക്രീസ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എത്ര കൂടിയിട്ടുണ്ട്? 5. ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 80 × 100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. നോക്കി 0 പോയി. 50/8. 50/2 ചെയ്താൽ 25. 25ൻ്റെ പകുതി എടുത്താൽ 12.5. അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 6.25 എന്ന് കിട്ടത്തില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് റേഷ്യോ എടുത്തും ചെയ്യാം. നോക്കി 80ഉം 85ഉം ആയിരുന്നില്ലേ? 5 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 17 വരും. ഇവിടെ 5 വെച്ച് ഇട്ട് എത്ര വരും? ഇവിടെ 16 വരും. ഓക്കെ, 16 ആയിരുന്നു ആദ്യം, ഇപ്പോൾ എത്ര കൂടി? 17 ആയി. ഇവിടെ എത്ര കൂടിയിട്ടുണ്ട്? 1 കൂടി. ആദ്യം എത്രയായിരുന്നു? 16 × 100 ചെയ്യുക. 1/16 ചെയ്ത് കഴിഞ്ഞാൽ 6.25 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 6.25. ഓക്കെ, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. സെലക്ട് ദ ഓപ്ഷൻ ഇൻ ആണ്. ഇൻ വിച്ച് നമ്പേഴ്സ് ഷോ ദ സെയിം റിലേഷൻ. ഓക്കെ, നോക്കി 8, 49. 8, 49. നോക്കി 8, 49. 49 പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ അല്ലേ? 8 - 1 അതിൻ്റെ സ്ക്വയർ എടുത്താൽ ഈ നമ്പർ കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. നോക്കി 12, 121. 12 1 കുറച്ചാൽ 11 അല്ലേ? 11ൻ്റെ സ്ക്വയർ എടുത്താൽ 121 അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റൻ എടുക്കുക. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഓക്കെ, 26 കഴിഞ്ഞിട്ട് ഒരു എ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 2 ഉണ്ട്, പിന്നെ ഒരു എ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 3 ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 13 ഉണ്ട്. 1, 2, 3, 4, 5. 5 നമ്പേഴ്സ് ഉണ്ട്. ഈ ഓപ്ഷൻസ് ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഒരു ഇൻറ്റു ഈക്വൽ ടു മൈനസ് ഡിവൈഡഡ് ബൈ. നോക്കി 26 × 2 ചെയ്ത് എത്രയാണ്? 52 അല്ലേ? ഈക്വൽ ടു 3 - 3/33. 3/33 ഇതാ ഒരു ചെറിയ നമ്പറായി പോകും. അത് 3 അത് കുറച്ച് എന്തായാലും ഇത് കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നോക്കുക. ഡിവൈഡഡ് ബൈ ഇൻറ്റു ഈക്വൽ ടു മൈനസ് 3 ന്ന് 13 പോയി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് നമ്പർ വരത്തില്ലേ? ഇതെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ നെഗറ്റീവ് നമ്പർ വരുമോ? വരത്തില്ല. അപ്പോൾ രണ്ടാമത്തതല്ല ആൻസർ. മൂന്നാമത്തെ നോക്കി ഇൻറ്റു ഡിവൈഡഡ് ബൈ പ്ലസ് ഈക്വൽ ടു. ഓക്കെ, ഈക്വൽ ടു 13 അല്ലേ? ഈ നമ്പറെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് 13 കിട്ടണം. 26 2 52. 52/3 52/3 ചെയ്ത് കഴിഞ്ഞാൽ 3, 2, 3, 7. 17 പോയിൻറ്റ് സംതിങ് വരത്തില്ലേ? അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ എന്തായാലും 13 വരത്തില്ല. അപ്പോൾ ലാസ്റ്റത്തെ അല്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു. ഓക്കെ, 3 × 13 ചെയ്ത് കഴിഞ്ഞാൽ 13 ആയി. ഇനി 26/2 ചെയ്താൽ 13 അല്ലേ? 13 × 3 ഈക്വൽ ടു 13 × 3. അപ്പോൾ ലാസ്റ്റ് ഒന്നാണ് അവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിനകത്ത് ഓഡ് വൺ കണ്ടുപിടിക്കുക. 268, 124, 212, 255. 268, 124, 212, 255. ഇതിനകത്ത് ഒരു നമ്പർ ഓഡല്ലേ, ബാക്കിയെല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ?
സോ അതായിരിക്കണം റിലേഷൻ, വേറെ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, അടുത്ത എടുക്കാം. സെലക്ട് ദ നമ്പേഴ്സ്. ഓക്കെ, സെയിം, അതായത് അനാലോജി. ഓക്കെ, 7, 15, 31. 7, 15, 31. ഇതേ റിലേഷൻ ഉള്ളത് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. 7, 15, 31. നോക്കി 15 അതുകൊണ്ടേ 15 × 2 ചെയ്താൽ 30 അല്ലേ, അതിനോട് 1 കൂട്ടിയാൽ 31. 7 × 2 ചെയ്താൽ 14 അല്ലേ, അതിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 15. അപ്പോൾ × 2 + 1 × 2 + 1 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. × 2 + 1 × 2 + 1 ഇത് കിടക്കും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 3 × 2 + 1 7 കിട്ടും. 7 × 2 + 1 ചെയ്താൽ 15 കിട്ടും. അടുത്തത്, ദിഷ സാലറി ഈസ് ₹3,000 മോർ ദാൻ പ്രതിമാസ് സാലറി. റേഷ്യോ ഓഫ് ദ സാലറീസ് ആർ 17:50. ഫൈൻഡ് പ്രതിമാസ് സാലറി. ഓക്കെ, രണ്ടുപേരും സാലറി തന്നിട്ടുണ്ട്. ഇവരുടെ ഡിഫറൻസ് ആണ് എത്ര? 3000. ഇവരുടെ ഡിഫറൻസ് നോക്കി, ഇത് 17 പാർട്ടുണ്ട്, 15 പാർട്ടുണ്ട്. ഡിഫറൻസ് 2 പാർട്ടല്ലേ, 2 പാർട്ട് 3000 ആണ്. അങ്ങനെയാണ് ഈ പ്രതിമയുടെ സാലറി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ദിഷ സാലറി, പ്രതിമാ സാലറി, ഇതല്ലേ പ്രതിമയുടെ സാലറി അല്ലേ. പ്രതിമയുടെ സാലറി കണ്ടുപിടിക്കണം. ഓക്കെ, 2 പാർട്ട് 3000 ആണെങ്കിൽ 1 പാർട്ട് എത്രയാണ്? 1500 അല്ലേ. 1 പാർട്ട് 1500 ആണെങ്കിൽ 15 പാർട്ട് എത്രയാണ്? ഇതിൻ്റെ 15 ചെയ്താൽ പോരെ. 15 × 15 225 അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എടുക്കുക. രാം സോൾഡ് എ മോട്ടോർ സൈക്കിൾ ഫോർ Rs 70,000 അറ്റ് 25% പ്രോഫിറ്റ്. ഓക്കെ, രാം ഒരു മോട്ടോർ സൈക്കിൾ 25% പ്രോഫിറ്റിന് വിറ്റ്. എത്ര രൂപയ്ക്ക് വിറ്റത്? 70,000 രൂപയ്ക്ക്. ഓക്കെ, അതായത് എന്നിട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ഫോർ വാട്ട് പ്രൈസ് വുഡ് ഹി സെൽ മോട്ടോർ സൈക്കിൾ ടു ഗെയിൻ 30% പ്രോഫിറ്റ്. അതിന് 30% പ്രോഫിറ്റ് കിട്ടാനായിട്ട് എത്ര രൂപ വിൽക്കണം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. നോക്കുക, ഈ 70,000 എന്ന് പറയുന്നത് ഇയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 125%. ഓക്കെ, ഇയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 125% ആ 70,000. ഇനി ഇയാൾ 30% പ്രോഫിറ്റിന് വിൽക്കത്തില്ലേ, അപ്പോൾ ഇയാൾ വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 130%. ഓക്കെ, അത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ റേഷ്യോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്ത് സിയും പോയി, പേഴ്സൻറ്റേജും പോയി. ഇനി എന്ത് ചെയ്യുക? 25 വെച്ച് വിട്ട് 25 വെച്ച് വിട്ടുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും? 5 വരും. ഓക്കെ, ഈ 5 ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴത്തോട്ട് വിട്ടാം. ഓക്കെ, താഴത്തോട്ട് വിട്ടുമ്പോൾ എത്ര വരും? 26 വരും. അപ്പോൾ x = 4 × 7 28. 28 × 26 പിന്നെ ഒരു 2 0 കൂടെ അല്ലേ ഉള്ളൂ. ഇതായിരിക്കും ആൻസർ. ലാസ്റ്റ് ഇട്ട് 8 വരത്തില്ലേ, അവസാനം 800 ആയിരിക്കും. അവസാനം 800 ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റൻ അതോട്ട് പോകും. ഇൻ ദ ഗിവൺ ഫിഗർ BC is a chord, CD is a tangent to the point C. AOC തന്നിട്ടുണ്ട്, ACD കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കി, AC എന്ന് പറയുന്നൊരു കോഡല്ലേ, അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 118. പിന്നെ CD ടാൻജൻ്റ് ആണ് ആ പോയിൻ്റ് കൂടെ. സി എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ പോകുന്ന ടാൻജൻ്റ് ആണ് DC. അങ്ങനെയാണെങ്കിൽ ACD കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. നോക്കി, ഈ OC എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ, അതുപോലെ CD എന്ന് പറയുന്നത് ടാൻജൻ്റ് അല്ലേ. ടാൻജൻറ്റും റേഡിയസും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ, കാരണം ആ ട്രയാങ്കിൾ ഇല്ലേ, ട്രയാങ്കിൾ ACO എന്ന് പറയുന്നത് ഐസോസസ് ട്രയാങ്കിൾ അല്ലേ. ഇത് 118 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ. എത്രയായിരിക്കും? 180 അല്ലേ ഒരു ട്രയാങ്കിളിനകത്തുള്ള മൊത്തം ആംഗിൾ. 180 നിന്ന് 118 കുറയ്ക്കുക, എത്ര ഇടും? 108 കൊണ്ട് 126, 62 നോട്ടത്തില്ലേ. 62ൻ്റെ പകുതി എത്രയാണ്? 31. അപ്പോൾ ഇതും 31, ഇതും 31. ഇത് മൊത്തം 90 അല്ലേ, ഇത് മൊത്തം 90. അതിൽ നിന്ന് 31 കുറയ്ക്കുക. 90 നിന്ന് 31 കുറച്ച് എത്ര ഇടും? 59 ഇടത്തില്ലേ, 59. അപ്പോൾ ACD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 59 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? ഇത് കിട്ടാനായിട്ട് വേറൊരു എളുപ്പവഴിയും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ കോഡ് AC എന്ന് പറയുന്ന കോഡ് സെൻട്രലിൽ ഉണ്ടാക്കുന്നതാണ് 118 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്ന് അറിയാമോ? അതിൻ്റെ പകുതി ആയിരിക്കും, 59. ഈ ആംഗിൾ 59 ആണെങ്കിൽ ഈ ആംഗിളും 59 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത അതിനകത്തോട്ട് പോകാം. ആവറേജ് ഏജ് ഓഫ് 25 men is 28 years. 25 men ഉണ്ട്. 25 മെന്നിൻ്റെ ആവറേജ് 28 ഇയർ ആണ്. 5 new men of average 25 years old joined. Find the new average of all the men together. ഓക്കെ, 25 മെന്നിൻ്റെ ആവറേജ് 28.
5 പേരും കൂടെ വന്ന് അവരുടെ ആവറേജ് എത്രയാണ്? 25 അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പുതിയ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഇത് നമുക്ക് അലിഗേഷൻ ഇട്ട് ചെയ്യാം. ഓക്കെ, ഇതല്ല ഇവരുടെ നമ്പറിന് വിട്ട് റേഷ്യോ വെക്കുക. എത്ര കിട്ടും? 5:1 എന്ന് വരത്തില്ലേ? ഇനി ഇങ്ങനെ വരയ്ക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കും. ഇവിടുത്തെ ഡിഫറൻസ് ആയിരിക്കും ഇതിൻ്റെ സമ്മ്. ഇവിടുത്തെ ഡിഫറൻസ് 3 അല്ലേ? അതാണ് ഇവിടുത്തെ സമ്മ്. 5 1 6, അതായത് 6x. 5x 1x ആണ് 6x. അപ്പോൾ x = 1/2 കിട്ടത്തില്ലേ? അപ്പോൾ ഇത് 5/2, ഇത് 1/2, അതായത് 2.5 0.5. ഇനി 28 നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 28 ഇത് കുറച്ചാൽ ഇത് കിട്ടണം. 27.5 ആയിരിക്കത്തില്ലേ? ക്ലിയർ ആയോ? 27.5 ആണ് ആൻസർ. നമുക്ക് വെയ്റ്റഡ് ആവറേജ് എടുത്തും ചെയ്യാം. നോക്കി, 25 പേരുടെ ആവറേജ് 28 അല്ലേ? അപ്പോൾ ഇവരുടെ സമ്മ് ഇത്. ഇനി 5 പേരുടെ ആവറേജ് 25 അല്ലേ? അപ്പോൾ അവരുടെ സമ്മ് ഇത്. 2 സമ്മ് കൂടെ കൂട്ടുക, മൊത്തം എത്രയാണ്? 30 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 5 ചൂട്ടിക്കഴിഞ്ഞാൽ ഇത് 5, ഇത് 6, ഇത് പോയി. 28 5 ചെയ്താൽ 140. 140 25 165 അല്ലേ? ബൈ 6 ചെയ്യുക. 6 ഉണ്ട് 12, 12 4 അല്ലേ? 16, 6 7 42 3 27.5 എന്നിട്ട് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റനകത്തോട്ട് പോവാം. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് 8 cosec square x plus 25 sin square x. A sin square x plus B cosec square x. അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 2√AB ചെയ്താൽ മതി. A എന്ന് പറഞ്ഞാൽ 8, B എന്ന് പറഞ്ഞാൽ 25. 2√8 × 25. 25ൻ്റെ റൂട്ട് എടുത്താൽ 10 എന്ന് കിട്ടത്തില്ലേ? 10 × 2. ഇനി 8ൻ്റെ റൂട്ട്, 8നെ 4/2 എന്ന് വിളിക്കുക. 4ൻ്റെ റൂട്ട് 2 അല്ലേ? അടുത്തൊരു റൂട്ട്, അപ്പോൾ 40 റൂട്ട് വന്നിട്ട് ആൻസർ. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും, എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിച്ച ട്രാവൽസ് ഫ്രം A to B at a speed of 15 km/h, B to C at 20 km/h and C to D at 30 km/h. AB BC CD ഈക്വൽ ആണെങ്കിൽ റിച്ചാസ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. നോക്കുക, റിച്ച ഇവിടെ ട്രാവൽ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ? ABCD റിച്ച ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ ട്രാവൽ ചെയ്യുന്നത്? മൂന്നിടത്തും ട്രാവൽ ചെയ്ത സ്പീഡ് വന്നിട്ടുണ്ട് 15 20 30. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. ഈക്വൽ ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയാണെങ്കിലും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ സെയിം ആൻസറേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സ്പീഡുകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഈ ഡിസ്റ്റൻസ് ആയിട്ടങ്ങ് എടുക്കും. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് പറയട്ടെ? 15 20 30 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ 30 60. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് 60, ഈ ഡിസ്റ്റൻസ് 60, ഈ ഡിസ്റ്റൻസ് 60. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് പിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 180. ടോട്ടൽ ടൈം എത്രയാണ്? 60.15 km/h. സോറി, 60 കിലോമീറ്റർ പോയത് 15 km/h. അപ്പോൾ എത്ര സമയം എടുത്ത്? 4 അവർ. ഇനി 60 അടുത്ത 60 പോയത് 20 km/h. അപ്പം 3, പിന്നത്തേത് 2, 4 മുതൽ 2 9. 150/9 ചെയ്ത് കഴിഞ്ഞാൽ 20 km/h എന്നിട്ടും ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. M is a circumcenter of triangle ABC with circumradius equal 15 cm. ഓക്കെ, നമുക്കൊരു സർക്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ ABC. ഇതാണ് സർക്കംസെൻറ്റർ എന്ന് വിചാരിക്കുക. BC = 24, BC 24, ML പെർപെൻഡിക്കുലർ ടു BC. ഇത് M, ഇത് L. ML പെർപെൻഡിക്കുലർ BC. ഫൈൻഡ് ML. സർക്കം റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? 15 cm. സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? ഈ ദൂരം 15 cm. ML കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു കോഡിലോട്ട് റേഡിയസ് പെർപെൻഡിക്കുലറായിട്ട് മാറി, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ കോഡിലോട്ട് വരച്ച് കഴിഞ്ഞാൽ ആ വര നമ്മുടെ കോഡിനെ 2 ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ 12. ഇത് 90 ഡിഗ്രി അല്ലേ? ഹൈപ്പോട്ടന്യൂസ് 15, ബേസ് 12. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് എത്ര ആയിരിക്കും എന്ന് പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് 9 ആയിരിക്കും. നോക്കി, 225 നിന്ന് 147 കുറയ്ക്കുക. അപ്പോൾ 1 അതിൽ 8 81 കിട്ടത്തില്ലേ? 81 റൂട്ട് എടുത്താൽ 9 കിട്ടും ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റൻ എടുക്കുക. ഡയഗണൽ ഓഫ് റെക്റ്റാങ്കിൾ 15 cm. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ ഡയഗണൽ എത്രയാണ്? 15, ലെങ്ത്ത് 12. അതിനാണ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലേ?
15ൻ്റെ സ്ക്വയർ 225, 12 സ്ക്വയർ 147, കുറച്ച് കഴിഞ്ഞാൽ 81 ഉണ്ട്. അപ്പോൾ ഇതെത്രയാണ്? ഈ സൈഡ് 9. ഇനി ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ലെങ്ത്തിട്ട് എടുത്തല്ലേ 9×12 108 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a plus b plus c equal to 1/a plus 1/b plus 1/c equal to 0, find a square plus b square plus c square. ഓക്കെ, a plus b plus c തന്നിട്ടുണ്ട്, 1/a plus 1/b plus 1/c തന്നിട്ടുണ്ട്, a square plus b square plus c square കണ്ടുപിടിക്കും. നോക്കുക, ഇതുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a plus b plus c whole square equal to a square plus b square plus c square plus 2 into ab plus bc plus ac എന്ന് കിട്ടും അല്ലേ. ഇവിടെ നിന്ന് a plus b plus c നമ്മുടെ കയ്യിലുണ്ട് 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. ഇനി a square plus b square plus c square അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതെത്ര ആയിരിക്കണ്ടേ? അതിനായിട്ടൊരു സംഭവം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കുക, 1/a plus 1/b plus 1/c equal to 0 തന്നിട്ടില്ലേ. ഈ ഇക്വേഷൻ മൊത്തം ഒരു എ ബി സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിനെ എ ബി സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ വെട്ടി പോയിട്ട് ബി സി എന്ന് വരും. ഈ 1/b വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി പോയിട്ട് എ സി എന്ന് വരും. ഈ 1/cനെ എ ബി സി വെച്ച് വെട്ടുമ്പോൾ എ ബി എന്ന് വരും, ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി 0 ഇല്ലേ. പി ടൈം മൊത്തം 0 ആയി പോയില്ലേ. അപ്പോൾ ഇത് ഈക്വൽ ടു എ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 4. ക്ലിയർ ആയോ? ഓക്കെ, SSC CHSLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോൾ ഇത്തവണ പാറ്റേൺ മാറിയിട്ടുണ്ട്. യെറ്റ് നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് എക്സാമിന് പോവുക. ഓക്കെ, അടുത്ത മാസം എക്സാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.